Hello, my dear friends. My name is Milan Deepu. Today, I'm talking about the topic how to maintain good relationships in life. Okay. We have different types of relationships in our life. അല്ലേ, നമ്മൾ പല വ്യക്തികളെയാണ് ഓരോ ദിവസവും നമ്മൾ കണ്ടുമുട്ടിക്കൊണ്ടിരിക്കുന്നത്. ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സുള്ള പല വ്യക്തികളെ. നമ്മൾ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരോട് സംസാരിക്കും, എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ളവർ സംസാരിക്കും, ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കുള്ള ആംബിവേർട്ട് ആയിട്ടുള്ള ആൾക്കാരോട് സംസാരിക്കും. ഒരു സ്കില്ലാണ് പീപ്പിൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സ്കിൽ. അത് നമുക്ക് എല്ലാവർക്കും വേണ്ട ഒരു സ്കില്ലാണ് പീപ്പിൾ മാനേജ്മെൻറ്റ്. പലതരത്തിലുള്ള ആൾക്കാരെ എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. നമ്മൾ പല വ്യക്തികളോട് നമ്മൾ സംസാരിക്കുന്നതിലൂടെ നമുക്ക് പല അറിവുകളാണ് ലഭിക്കുക. ഓക്കെ, അപ്പം ഞാൻ ഇത്രയും പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് നമുക്കൊരു ഗുഡ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് പോയിന്റ്, വി നീഡ് ടു കമ്മ്യൂണിക്കേറ്റ്. ജെന്യൂനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതാണ് ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. നമ്മൾ അവരുടെ വിശേഷമൊക്കെ ചോദിച്ച് ഒരു കോൺവെർസേഷൻ എന്ത് ചെയ്യണം? സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ നമ്മൾ ആ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്ത് അവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ജെന്യൂനായിട്ട് മറ്റുള്ള വ്യക്തികളോട് നമ്മൾ സംസാരിക്കണം. അപ്പം തിരിച്ചു നമ്മളോട് എന്ത് ചെയ്യും? അങ്ങനെ സംസാരിക്കും. രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ മറ്റുള്ളവരുടെ ഫീലിങ്സിനെ റെസ്പെക്റ്റ് ചെയ്ത് സംസാരിക്കുക. നമ്മൾ മറ്റുള്ള ആൾക്കാർക്ക് ഒരു റെസ്പെക്റ്റോടുകൂടി നമ്മൾ സംസാരിച്ചാൽ മാത്രമേ തിരിച്ചും ആ ഒരു റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ തേർഡ് ഒരു കാര്യം എന്ന് പറയുന്നത്, നല്ലൊരു കമ്മ്യൂണിറ്റിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? മെമ്പറാകാൻ പറ്റണം. മീൻസ് കുറേയധികം നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂസ് ഡിസ്കസ് ചെയ്യുന്ന ആൾക്കാരോട് സംസാരിക്കണം. അങ്ങനെ നമ്മൾക്ക് ആ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് പീപ്പിളുമായിട്ട് സംസാരിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് പുതിയ പുതിയ അവസരങ്ങളും കാര്യങ്ങളും ഒക്കെ ലഭിക്കുള്ളൂ. പിന്നെ നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ എന്ത് ചെയ്യണം? ഒരു സ്നേഹം, നമ്മൾ സ്നേഹം കൊടുക്കണം. പിന്നെ അത് മാത്രമല്ല, നമ്മൾക്ക് ഒരു ക്വാളിറ്റി ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റണം. എത്ര തിരക്കുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ അല്പനേരം നമ്മളോട് ഫാമിലിയോട് നമ്മൾ സ്പെൻഡ് ചെയ്യണം. നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ എന്താണ് ആവശ്യമാണ്. പക്ഷേ നമ്മൾക്ക് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വൺ ഓഫ് ദ മെയിൻ റിലേഷൻഷിപ്പ് വിത്ത് അവർ ഫാമിലി. അപ്പം നമ്മളിപ്പം നമ്മുടെ കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഫാമിലിയായിട്ട് നമ്മൾ അത്ര ക്ലോസ് ആയാൽ മാത്രമേ നമുക്ക് ഓപ്പൺ ആയിട്ട് സംസാരിക്കും. ഇന്നത്തെ ജനറേഷനിൽ പല പിള്ളേർക്കും പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ റെസ്ട്രിക്റ്റഡ് ആവുകയാണ്. അവർക്ക് ഒരു കാര്യം ഓപ്പൺ ആയിട്ട് അവരുടെ ഫാമിലിയോട് സംസാരിക്കാൻ അവർക്ക് ഭയം ആണ്. അപ്പം അങ്ങനെയൊക്കെ നമ്മളുടെ ജനറേഷനിൽ പല കുട്ടികളും വഴിതെറ്റി പോകുന്നതിൻ്റെ കാരണവും അത് തന്നെ. എന്താണ്? നമ്മൾ ഒരു പേരൻസിന് ഭയം കാരണം അവരോട് ഓപ്പൺ അപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഒരു ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ എന്ത് ചെയ്യണം? ഗിവ് ആൻഡ് ടേക്ക് ചെയ്യണം. നമ്മൾ എന്താണോ നമ്മൾ കൊടുക്കുന്നത് അത് മാത്രമേ നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ. നമ്മൾ സ്നേഹം കൊടുത്താൽ നമുക്ക് സ്നേഹം തിരിച്ചു കിട്ടും. അതേപോലെ നമ്മളൊരു വ്യക്തിയോട് റൂഡായിട്ട് പെരുമാറിയ ആ റൂഡ്നെസ് തിരിച്ചു കിട്ടും. അപ്പം നമുക്ക് കുറേയധികം ആൾക്കാരെ റിലേഷൻഷിപ്സിനെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ എഫേർട്ട് ഇട്ടേ മതിയാവുള്ളൂ. നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? എഫേർട്ട് ജെന്യൂനായിട്ട് നമ്മൾ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ എഫേർട്ടിന് എന്തായാലും ഒരു റിസൾട്ട് ഉണ്ടാവും. നമുക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റും.
പിന്നെ ട്രസ്റ്റ്, ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് തിങ്. എവറി റിലേഷൻഷിപ്പ് ആർ ബിൽഡ് ഓൺ ട്രസ്റ്റ്. ആ ഒരു ട്രസ്റ്റ് നമുക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? എവറിത്തിങ് വിൽ കൊളാപ്സ്. അപ്പം ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ ഇതാണ് ഡിസ്കസ് ചെയ്തത്. അപ്പം നമുക്ക് കുറേയധികം ടോപ്പിക്സ് ഇനി വരുന്ന ദിവസം ഞാൻ സംസാരിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.